വിക്രമാദിത്യൻ മുന്നോട്ട് നടന്നു. വേതാളം കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് വാരണാസിയിൽ പ്രതാപചന്ദ്രൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പത്മാവതി എന്നൊരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ഒരുപാട് രാജകുമാരന്മാർ അവളെ കാണാനെത്തി. എന്നാൽ അവൾക്ക് അനുയോജ്യനായ ആരെയും കണ്ടെത്താൻ രാജാവിന് സാധിച്ചില്ല. അപ്പോഴാണ് അയൽ രാജ്യത്തെ രാജാവ് അവരെ ആക്രമിച്ചത്. അങ്ങനെ പ്രതാപചന്ദ്രനും റാണിയും മകൾ പത്മാവതിയും കൊട്ടാരത്തിൽ രഹസ്യ വഴിയിലൂടെ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ കാട്ടിൽ വെച്ച് കൊള്ളക്കാർ അവരെ ആക്രമിച്ചു. അവരുടെ ആഭരണങ്ങൾ കവർന്നു. പത്മാവതി മാത്രം കഷ്ടിച്ച് അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. കൊട്ടാരത്തിൽ ജീവിച്ച രാജകുമാരിക്ക് ആ കാട് ഭയാനകമായി തോന്നി. അപ്പോഴാണ് രണ്ട് വഴിയാത്രക്കാർ അതുവഴി വന്നത്. അതൊരച്ഛനും മകനുമായിരുന്നു. പിതാവിന്റെ പേര് ചന്ദ്രസേനൻ, പുത്രൻ വീരസേനൻ. സുന്ദരിയായ പത്മാവതിയെ കണ്ട് അവർ കാര്യം തിരക്കി. സുന്ദരിയായ രാജകുമാരിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവർ അവളെ കൂടെ കൂട്ടി. എന്നാൽ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചത്. പത്മാവതിയോട് ഒരേ സമയം പിതാവിനും പുത്രനും പ്രണയം തോന്നുന്നു. എന്നാൽ പിതാവിന്റെ താല്പര്യം മനസ്സിലാക്കിയ വീരസേനൻ തന്റെ പ്രണയം പത്മാവതിയോട് പറയുന്നില്ല. എന്നാൽ മറുവശത്ത് മകൻ വീരസേനൻ അവളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കിയ ചന്ദ്രസേനൻ മൗനം പാലിക്കുന്നു. അപ്പോഴാണ് പത്മാവതിയുടെ മാതാവ് മടങ്ങി വന്നത്. റാണി മരണപ്പെട്ടിരുന്നില്ല. അങ്ങനെ ചന്ദ്രസേനൻ റാണിയെയും വീരസേനൻ പത്മാവതിയും വിവാഹം കഴിക്കുന്നു. ചന്ദ്രസേനന് റാണിയിൽ ഒരു മകൻ ജനിക്കുന്നു. വീരസേനന് പത്മാവതിയിൽ ഒരു മകൻ ജനിക്കുന്നു. വേതാളം കഥ നിർത്തി വിക്രമാദിത്യനെ നോക്കി ചിരിച്ചു. പറയൂ രാജൻ, ചന്ദ്രസേനന്റെ മകൻ വീരസേനന്റെ മകനെ എന്താണ് വിളിക്കേണ്ടത്? അല്പനേരം വിക്രമാദിത്യൻ മൗനത്തിലാണ്ടു. ഉത്തരം പറഞ്ഞാൽ വേതാളം തിരിച്ചു മരത്തിൽ കയറും. അറിയാമായിരുന്നിട്ടും പറയാതിരുന്നാൽ തല പൊട്ടിത്തെറിക്കും. അങ്ങേന്റെ നിബന്ധന മറന്നിട്ടില്ലല്ലോ? വേതാളം അലറി. ചന്ദ്രസേനൻ വീരസേനന്റെ പിതാവായതിനാൽ രാജകുമാരുടെ അമ്മായി അച്ഛനും രാജകുമാരുടെ അമ്മയെ വിവാഹം കഴിച്ചതിനാൽ രണ്ടച്ഛനുമാവുന്നു. വീരസേനന്റെ പിതാവ് റാണിയെ വിവാഹം കഴിച്ചതുകൊണ്ട് ചന്ദ്രസേനന്റെ മകൻ വീരസേനന്റെ അർത്ഥ സഹോദരനുമാണ്. അവർക്കൊരേ അച്ഛനുമാണ്. ഉത്തരം: വീരസേനന്റെ മകന്റെ മകൻ ചന്ദ്രസേനന്റെ അച്ഛന്റെ മകനെ അമ്മാവൻ എന്ന് വിളിക്കണം. അമ്മയുടെ സഹോദരൻ അമ്മാവൻ തന്നെയാകുന്നു. വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞതും വേതാളം തിരിച്ച് മുരുക്കുമരത്തിൽ കയറി. വിക്രമാദിത്യൻ വീണ്ടും മരത്തെ ലക്ഷ്യമാക്കി നടന്നു. എന്തായാലും എൻ്റെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം നിച്ചു.